ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഡേ ടു ഡേ കിച്ചൺ. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു പൊരിയുണ്ടയുടെ റെസിപ്പിയാണ്. അപ്പോൾ കാസർഗോഡ് സ്റ്റൈലിൽ ഉണ്ടാക്കുന്ന ഒരു പൊരിയുണ്ടയാണ് ഞാൻ കാണിക്കുന്നത്. വളരെ ഈസി ആയിട്ട് അതുപോലെ തന്നെ നല്ല അടിപൊളി ടേസ്റ്റിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണ് റെഡിയാക്കി എടുക്കാൻ നോക്കാം. അപ്പോൾ ആദ്യം തന്നെ പാനിലേക്ക് നമുക്ക് പൊരി ഇട്ട് കൊടുക്കാം. പൊരി ഇട്ട് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കണം. കരിഞ്ഞു പോകരുത്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുക. അപ്പോൾ ഇത് നമ്മുടെ പൊരി ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഞാനിപ്പോൾ വേറെ പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ചെറിയതായിട്ടൊന്ന് ചൂടായതിന് ശേഷം നമുക്ക് മിക്സിയിൽ ചെറിയ ജാറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം കേട്ടോ. ഭയങ്കര പൊടി പോലെ ആയി പോവരുത്. നമുക്ക് തെരന്ന് ഇങ്ങനെ കടിക്കാൻ കിട്ടുന്ന രീതിയിൽ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഭയങ്കര പൊടി പോലെയല്ല, ചെറുതായിട്ട് ഇതുപോലെ കടിക്കാൻ കിട്ടുന്ന രീതിയിൽ ആക്കിയെടുത്തിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ വറുത്ത് വെച്ച എല്ലാ പൊരിയും ഇതുപോലെ ആക്കിയെടുക്കാം. അപ്പം എല്ലാ പൊരിയും ഞാൻ ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ തരിതരായിട്ട് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ശർക്കരപ്പാനിയാണ്. ഞാനിപ്പോൾ ശർക്കര ഓൾറെഡി ഞാൻ മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കറുത്തള്ള് ചെറുതായിട്ടൊന്ന് ചൂടാക്കി ഇതുപോലെ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. അതും ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അരിച്ചിട്ടാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ നൂൽപ്പരുവ് ആവുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ശർക്കരപ്പാനി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഏലക്കായ പൊടിച്ചത് ഇട്ട് കൊടുക്കാം. ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കായ പൊടിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് അതിലേക്ക് നാളികേരം ചിരണ്ടിയതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. നമ്മളിതൊക്കെ ചെയ്തെടുക്കുമ്പോൾ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ചെയ്തെടുക്കാൻ നോക്കാം. അടുത്തതായിട്ട് ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന കറുത്തള്ള് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടി അതിലിട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഇനി നമുക്കതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച പൊരിയും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതുപോലെ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇതൊരു വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല ചൂടോടെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ചൂടൊന്ന് ചെറുതായിട്ടൊന്ന് മാറിയതിന് ശേഷം നമ്മുടെ കയ്യിൽ കുറച്ച് ഓയിലോ അല്ലെങ്കിൽ നെയ്യോ പുരട്ടിയതിന് ശേഷം ഇതുപോലെ ചെറിയ ചെറിയ ബോളുകളാക്കിയിട്ട് നമുക്കത് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഈ മിക്സ് ഫുള്ള് ഇതുപോലെ ചെറിയ ബോളാക്കിയിട്ട് എല്ലാം റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ എല്ലാം ഇതുപോലെ ബോൾസാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബാറ്ററിൽ ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ബാറ്റർ റെഡിയാക്കി എടുക്കാം. അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പച്ചരി ഇപ്പോൾ ഒരു 4 മണിക്കൂർ ഒന്ന് വെള്ളത്തിലിട്ട് സോക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അരിയിലേക്ക് ഞാനിപ്പോൾ ഒരു മുട്ട പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മുടെ മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ വെള്ളം ഒരു 2 ടേബിൾ സ്പൂണൊക്കെ വെള്ളം ഒഴിച്ചാൽ മതി. വെള്ളം കൂടി പോവരുത്. ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഞാനിതുപോലെ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസി അല്ല, ഒരു ഇച്ചിരി ലൂസ് വേണം നമ്മുടെ ബാറ്റർ. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇട്ട് കൊടുക്കുന്ന ബോളിൽ ജസ്റ്റ് ഒന്ന് കവർ ചെയ്തിടാൽ മതി. അപ്പോൾ നമ്മുടെ മേലത്തെ ആ പോർഷൻ ഭയങ്കര കട്ടിയായിട്ട് പോവരുത്. ജസ്റ്റ് ഒരു കോട്ടിങ് മാത്രം മതി കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ബാറ്റർ ഒന്ന് ലൂസാക്കി എടുത്തത്. അപ്പോൾ ഇത് നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ബോൾ അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ബോൾസായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഫ്ലെയിം ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മുടെ ആ കോട്ടിങ് ഒരു ഗോൾഡൻ കളർ ആവുന്ന വരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അത് പെട്ടെന്ന് തന്നെ അത് റെഡിയായി കിട്ടും. കുറേ നേരം ഒന്നും എടുക്കണ്ട. ജസ്റ്റ് ആ കോട്ടിങ്ങിൻ്റെ കളർ മാത്രം ഒന്ന് മാറി കിട്ടിയാൽ മാത്രം മതി. അപ്പോൾ ഇത് നമ്മുടെ പൊരിയുണ്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ എല്ലാ ബോൾസും നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ പൊരിയുണ്ട ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ സാധാരണ നമ്മൾ ശർക്കരയിൽ പൊരി ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് അതുപോലെയൊക്കെ കഴിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇതുപോലെ കഴിക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ പൊരിയുണ്ട എല്ലാവരും കൂടെ ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.